As I said in the last slide, now we will evaluate the first order correction to energy or first order correction in energy. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാലുള്ള സൗകര്യം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അത് കണ്ടുപിടിച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എനർജി കറക്ഷൻ അപ് ടു ഫസ്റ്റ് ഓർഡർ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഈ ഇക്വേഷനകത്ത് എനർജി EN0 പ്ലസ് ലാംഡ EN1, അപ്പോൾ EN1 കണ്ടുപിടിക്കണം, EN2 കണ്ടുപിടിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ EN1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. For that we take the first order perturbation equation H0 psi n1 നമ്മൾ നേരത്തെ ഇവാലുവേറ്റ് ചെയ്തത് പ്ലസ് H prime psi n0 equal to EN0 psi n1 plus EN1 psi n0. For the sake of simplicity you can write this in terms of the Dirac notation. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടറുകളെല്ലാം ket vectors ആണ്. H0 operating over ket psi n1 plus H prime ket psi n0 equal to EN0 ket psi n1 plus EN1 ket psi n0. I think you recall the Dirac notation in a scalar product. Scalar product ഒരു ബ്രാക്കറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ബ്രാക്കറ്റിലെ പ്രിഫാക്ടറിനെ പോസ്റ്റ് ഫാക്ടറിനെയും സെപ്പറേറ്റ് ഹിൽബർട്ട് സ്പേസിൻ്റെ രണ്ട് ഡുവൽ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ് ഫാക്ടറിനെ because of a property of the post factor, the scalar product of two vectors is linear with respect to the post factor and is anti-linear with respect to the prefactor. Scalar product psi phi എന്ന് പറയുമ്പോൾ അതിലെ phi കോംപ്ലക്സ് കോൺജുഗേഷൻ നടത്തേണ്ട ആവശ്യമില്ല അത് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത്. നേരെ മറിച്ച് പ്രിഫാക്ടർ ആയിട്ടുള്ള psi phi എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലെ phi scalar product psi phi is evaluated as a integral or volume integral psi star phi d tau. അപ്പോൾ psi കോംപ്ലക്സ് കോൺജുഗേഷൻ നടത്തുന്നുണ്ട്, phi കോംപ്ലക്സ് കോൺജുഗേഷൻ നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രോപ്പർട്ടി നിങ്ങൾ സ്കാലാർ കോമ്പോണൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്കാലാർ പ്രൊഡക്റ്റ് ഈസ് ലീനിയർ വിത്ത് റെസ്പെക്ട് ടു പോസ്റ്റ് ഫാക്ടർ ആൻഡ് ഈസ് ആന്റി ലീനിയർ വിത്ത് റെസ്പെക്ട് ടു പ്രിഫാക്ടർ എന്ന്. അതുകൊണ്ട് തന്നെ ഡിറാക്ക് ഇതിനെ രണ്ടും വെവ്വേറായിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് കണ്ടുപിടിച്ചു. ഇതിൽ പോസ്റ്റ് ഫാക്ടറിലുള്ള ഒരു വെക്ടറിനെയാണ് നമ്മൾ കെറ്റ് വെക്ടർ എന്ന് പറയുക. റെപ്രസെന്റേഷൻ തിയറത്തിൽ ആ വെക്ടറിനെയാണ് നിങ്ങൾ ഒരു കോളം മെട്രിക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം എന്ന് കണ്ടത്. അഡ്ജോയിന്റ് ഗെറ്റ് വെക്ടർ പ്രിഫാക്ടറിലുള്ള വെക്ടറിനെ പറയുന്നതാണ് അഡ്ജോയിന്റ് ഗെറ്റ് വെക്ടർ എന്ന്. അഡ്ജോയിന്റ് ഗെറ്റ് വെക്ടർ എന്ന് പറയാൻ കാരണം പ്രിഫാക്ടറിലുള്ള വെക്ടറിനെ പോസ്റ്റ് ഫാക്ടറിലുള്ള വെക്ടറിനെ കോളം വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാമെങ്കിൽ പ്രിഫാക്ടറിലുള്ളതിനെ അതിന്റെ അഡ്ജോയിന്റ് ആയിട്ട് ഡാഗർ ഓപ്പറേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാമെന്ന് റെപ്രസെന്റേഷൻ തിയറത്തിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. സോ ഹിയർ ഓൺവേർഡ്സ് ഐ വിൽ ബി യൂസിങ് എ വെക്ടർ ഇൻ ദി പോസ്റ്റ് ഫാക്ടർ ആസ് an adjoint get vector and the vector a vector in the prefactor as adjoint get vector and the vector in the post factor as a get vector. അപ്പോൾ ഇവിടെ ഡിറാക് ഗെറ്റ് നൊട്ടേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഗെറ്റ് വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ മതി. അതാണ് ഇവിടെ ഉള്ളത്. ഇതിലെ ഈ പാർട്ട് ഒഴിവാക്കിയിട്ട് H0 get psi n1 ആയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. Now we take the scalar product of this equation by psi n0. അപ്പോൾ സ്കാലാർ പ്രൊഡക്റ്റ് ആവുമ്പോൾ അഡ്ജോയിന്റ് ഗെറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് കാണിക്കാനാണ് ഇങ്ങനെ കാണിച്ചേക്കുന്നത്. psi n0 എന്ന് കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് കാണിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് സ്കാലാർ പ്രൊഡക്റ്റ് psi n0 H0 psi n1 പ്ലസ് ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്കാലാർ പ്രൊഡക്റ്റ് psi n0 H പ്രൈം psi n0 ഈക്വൽ ടു ഇതിലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്കാലാർ പ്രൊഡക്റ്റ് psi n0 EN0 psi n1 എന്നാ വരിക. അതിനകത്തുള്ള EN0 എനർജി ഐഗൻ വാല്യൂ ഓഫ് ദി അൺപെർട്ടർബ്ഡ് സിസ്റ്റം ആണ്. അത് പിന്നെ ഇപ്പോൾ പെർട്ടർബ്ഡ് സിസ്റ്റം ആയാലും എനർജി ഐഗൻ വാല്യൂ എന്നുള്ളത് സ്കാലാർ ആണ്. അപ്പോൾ ഈ സ്കാലാർ പുറത്തെടുക്കാം. സ്കാലാർ പുറത്തെടുത്ത് എഴുതിയപ്പോൾ ബാക്കിയുള്ളത് സ്കാലാർ പ്രൊഡക്റ്റ് psi n0 psi n1. ദീസ് ആർ വെക്ടേഴ്സ് ദേ വിൽ ഹാവ് എ വാലിഡ് സ്കാലാർ പ്രൊഡക്റ്റ്. പ്ലസ് അതേപോലെ ഈ എനർജിയും സ്കാലാർ ആണ്, അതും പുറത്തെടുത്തു. EN1 scalar product psi n0 psi n0. Now H0 is a Hermitian operator. ഇത് ഗെറ്റ് വെക്ടറിന്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്താൽ psi n0 എന്ന് കിട്ടും. അഡ്ജോയിന്റ് ഗെറ്റ് വെക്ടറിന്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്താൽ
H0 ഓപ്പറേറ്റിംഗ് ഓവർ psi n0 ആണ് നമ്മൾ ഇവിടെ എഴുതിയ En0 psi n0 എന്ന് പറയുന്ന സംഗതി. അപ്പൊ ഇവിടെ അത് ഓപ്പറേറ്റ് ചെയ്താൽ H0 ഓപ്പറേറ്റിംഗ് ഓവർ അഡ്ജോയിന്റ് ഗെറ്റ് psi n0 ചെയ്താൽ En0 കോംപ്ലക്സ് കോൺജുഗേറ്റ് psi n0 എന്നാണ് വരുന്നത്. പക്ഷെ En0 കോംപ്ലക്സ് കോൺജുഗേറ്റ് En0ക്ക് ഈക്വൽ ആണ്. കാരണം you have the property of a Hermitian operator. അത് നിങ്ങൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിലും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന് അല്ലെങ്കിൽ ഹെർമിഷ്യൻ മാട്രിക്സിന് രണ്ട് പ്രോപ്പർട്ടിയാണ് ഉള്ളത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി അതിന്റെ ഐഗൻ വാല്യൂസ് എല്ലാം റിയൽ ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഐഗൻ വെക്ടേഴ്സ് ബിലോങ്ങിങ് ടു ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് ആർ ഓർത്തോഗണൽ എന്നുള്ളത്. അപ്പോൾ H0 ഓപ്പറേറ്റിംഗ് ഓവർ അഡ്ജോയിന്റ് ഗെറ്റ് psi n0 that should be equal to En0 കോംപ്ലക്സ് കോൺജുഗേറ്റ് psi n0. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. psi n0 H0 psi n1 is H0 ഓപ്പറേറ്റിംഗ് ഓവർ അഡ്ജോയിന്റ് ഗെറ്റ് സ്പേസ് psi n0. അത് En0 psi n0. ശരിക്കും En0 കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ടാണ് അപ്പോൾ പുറത്തെടുക്കേണ്ടത്. ബിക്കോസ് ദ സ്കാലാർ പ്രൊഡക്റ്റ് ഈസ് ആന്റി ലീനിയർ വിത്ത് റെസ്പെക്ട് ടു പ്രീഫാക്ടർ. പക്ഷെ അത് En0 കോംപ്ലക്സ് കോൺജുഗേറ്റ് റെപ്രസെന്റ് ചെയ്യാതെ നമ്മൾ En0 എന്ന് തന്നെ എഴുതി. അതിന്റെ കാരണം scalar product is linear with respect to prefactor and anti-linear with respect to prefactor and linear with respect to cosfactor എന്നതല്ല. പകരം ഈ En0 എന്ന് പറയുന്നത് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആയ H0യുടെ ഐഗൻ വാല്യൂ ആണ്. ആ ഐഗൻ വാല്യൂ റിയൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ടേമിനെ നമ്മൾ ഈ ടേം കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ റീപ്ലേസ് ചെയ്താൽ ഈ ടേമും എക്സാക്ട്ലി ഐഡന്റിക്കൽ. En0 സ്കാലാർ പ്രൊഡക്റ്റ് psi n0 psi n1. So they vanishes on both sides. What remains is scalar product psi n0 h prime psi n0 equal to En1 scalar product psi n0 psi n0. What is scalar product psi n0 psi n0? This is the orthonormality condition or normalization condition. Scalar product psi n0 psi n0 is norm of the vector. We assume that these are normalized eigenvectors, so this will be equal to 1. നിങ്ങൾ ക്രോണേക്കർ nn എന്ന് പഠിച്ചിട്ടുള്ളത്. ക്രോണേക്കർ nn ന്റെ വാല്യൂ 1. So you can replace this as a ക്രോണേക്കർ nn that's equal to 1. So on the right side you will have En1 that is equal to, on the left side you have scalar product psi n0 h prime psi n0 that's equal to scalar product. Okay, I'll decompose it here. Let me escape. I could edit this. This is the only place I can have an addition. Okay, I'm going to delete it. Now I'll be editing it here. Actually this term I am going to edit here. Oh, it's not working, so I am not going to damage my slide. Let me introduce a new slide here. What I have written there was En1 equal to scalar product. This is the notation for scalar product. Psi n0, psi I have to insert simple psi, insert psi n0. Then I have a vertical bar. There vertical bar on h prime h dash. It is h dash. Then psi n0 again, so I can copy it here.
Control C, Control V, psi n0. So this is what I have written. Scalar product psi n0 H prime. This term. Scalar product psi n0 H prime psi n0. And there is one more notation. Ket psi n0 നെ നമ്മൾ ket n എന്ന് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് കഴിയും, as long as this is further treated as a basis vectors. Then this may be written as a scalar product. Ket psi n0 നെയാണ് ket n എന്ന് എഴുതുന്നത്. അപ്പോൾ adjoint ket psi n0 നെ adjoint ket n എന്ന് എഴുതിയാൽ മതി. This is a vertical bar. Actually I'll have to insert a vertical bar. ഞാൻ തൽക്കാലം ക്യാപിറ്റൽ ലെറ്റർ I അവിടെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. Again H prime again ket psi n0 is that is ket n. Scalar product n H prime n. This is what you call the scalar product of the operator H prime with respect to the basis vectors. This is referred to as the matrix element of the operator. ഞാൻ അസൈൻമെന്റ് തന്നത് ഇതാണ്. So this is represented as a H prime nth matrix element of the operator H prime. So this is the first order correction in energy. So first order correction in energy is equal to the expectation value of the perturbed part of Hamiltonian with respect to the unperturbed wave function or eigenstate. Unperturbed eigenstate perturbed part of Hamiltonian expectation value എത്രയാണോ അതാണ് first order correction in energy. Or this is identical with the usage. First order correction in energy is equal to the matrix element of the perturbed part of the Hamiltonian. So this is the expression for the first order correction in energy. നമുക്ക് second order correction in energy, first order correction in wave function, second order correction in wave function ഇത്രയാണ് കാണാനുള്ളത്. That I think I'll solve rather than showing you this in terms of this say PowerPoints. So before that, your questions and assignments. You prepare a note on the basis of this format. Limitation of Schrodinger equation and the necessity of approximation methods. എന്തുകൊണ്ട് അപ്രോക്സിമേഷൻ മെത്തേഡ് വരുന്നു എന്നുള്ളത്, പിന്നെ എങ്ങനെ അത് ക്ലാസിഫൈ ചെയ്യാം, ടൈം ഡിപ്പെൻഡൻറ്റ് പ്രോബ്ലത്തിനും ടൈം ഇൻഡിപെൻഡൻറ്റ് പ്രോബ്ലത്തിനും. സബ് ടൈറ്റിലായിട്ട് ടൈം ഇൻഡിപെൻഡൻറ്റ് പ്രോബ്ലത്തിനുള്ള തിയറീസ് അത് 3 ഏതൊക്കെയാണെന്നുള്ളത് എഴുതുക. ടൈം ഡിപ്പെൻഡൻറ്റ് പ്രോബ്ലത്തിനുള്ള തിയറി എഴുതുക. വീണ്ടും സബ് ടൈറ്റിൽ ടൈം ഇൻഡിപെൻഡൻറ്റ് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രൊസീജിയർ പെർട്ടർബേഷൻ തിയറി. പിന്നെ പെർട്ടർബേഷൻ തിയറിയുടെ പ്രിൻസിപ്പിൾ വാലിഡിറ്റി ക്രൈറ്റീരിയൻ എഴുതുക. പ്രിൻസിപ്പിൾ നോൺ സിസ്റ്റത്തിന്റെ കേസിലുള്ള പെർട്ടർബേഷൻ ആവുന്ന സമയത്ത് ചെയ്യാമെന്നും പറഞ്ഞിട്ടുള്ളത് എഴുതുക. പിന്നെ ആ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ എഴുതിയിട്ട് പെർട്ടർബേഷൻ ഇക്വേഷൻസ് എഴുതുക. ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി എന്ന ടൈറ്റിൽ എഴുതിയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുക. ബാക്കി നമ്മൾ ബാക്കിയുള്ളതായിട്ട് കാണിക്കാം. സോ ദിസ് ഈസ് ഡ്യൂ by 5 p.m. on 5th June. Now assignment, I have already given you one. Discuss representation theorem, obtain an expression for the matrix element of an operator. അപ്പോൾ അത് നിങ്ങൾക്ക് സെക്കൻഡ് സെമ്മിൽ എസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് പഠിക്കും. നൗ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ സോൾവ് ചെയ്തിട്ട് വൈകുന്നേരം 5 മണി ആകുമ്പോഴേക്കും ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യുക. ഇത് അറ്റൻഡ് ചെയ്തവർക്ക് attendance, കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തവർക്ക്. Name the approximation method for time independent problem. WKB is the acronym for dash. What does the phrase non-system? Actually I have an inverted comma here. Non-system എന്നുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് in perturbation theory? And what is perturbation? What is the significance of the 0th order perturbation term? Okay, one more parameter, one more question. First order correction in energy. First order correction in
energy equals. Okay, we'll close now. Thank you.